ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പാർട്ട് 2. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ പാർട്ട് 1 വീഡിയോ കണ്ട ശേഷം മാത്രമേ പാർട്ട് 2 വീഡിയോ കാണാൻ പാടുള്ളൂ. പാർട്ട് 1-ൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെ കുറിച്ചും അതിൻ്റെ ഡെഫിനിഷൻസിനെ കുറിച്ചും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈൻ എക്സിനെ 1/1 ആക്കി മാറ്റിയിട്ടുണ്ട്. അത് കണ്ട ശേഷം പാർട്ട് 2-ലേക്ക് വരണം. ഓക്കെ, പാർട്ട് 1-ൽ നമ്മൾ കണ്ടു sin x from R to R is not 1/1 and onto, is not 1/1 and it is not onto. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇതിനെ 1/1 onto ആക്കി മാറ്റേണ്ടതുണ്ട്. അതിന് നമ്മൾ ചെയ്തത് ഈ കോഡൊമൈനിനെ ചെറിയൊരു സെറ്റിലേക്ക് കൊണ്ടുവന്നു. അതായത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, ഈ സെറ്റിനെ ചെറുതാക്കിയിട്ട് നമ്മളവിടെ -1/1 റേഞ്ചിലേക്ക് ഡിഫൈൻ ചെയ്തു. സൈൻ എക്സിൻ്റെ ഡൊമെയിൻ ആർ, അതിൻ്റെ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -1/1. അതായത് കോഡൊമെയിൻ ആർ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ മാറ്റിയിട്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ -1/1 എടുത്തു. ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ സൈൻ എക്സ് ഫ്രം ആർ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1/1 ഈസ് ഓൺ ടു. റേഞ്ചിലേക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഓൺ ടു ആയി മാറി. പക്ഷേ ഇത് 1/1 ഫംഗ്ഷൻ അല്ല. ബട്ട് ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് 1/1. ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് 1/1. അപ്പോൾ ഇതിനെ 1/1 ആക്കി മാറ്റാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡൊമെയിൻ വലിയൊരു സെറ്റ് ആയതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഡൊമെയിനിനെ ചെറിയൊരു സെറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 to closed interval -1/1. This function is both 1/1 and onto. So we can define sin inverse x and is denoted by sin inverse x. Sin inverse x is a function from closed interval -1/1 to closed interval -π/2 π/2. ഓക്കെ, ജിയോജിബ്രയിൽ നമുക്കിത് ഒന്നും കൂടി കാണാം. ജിയോജിബ്ര ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് സൈൻ എക്സിൻ്റെ ഗ്രാഫാണ്. ഇവിടെ 2 ലൈൻസ് വരച്ചിട്ടുണ്ട്. ഈ റെഡിൽ കാണുന്നത് ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് ബ്ലൂ വേർട്ടിക്കൽ ലൈൻ. ഓക്കെ, 2 ലൈൻസ് ഉണ്ട്, ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് വേർട്ടിക്കൽ ലൈൻ. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈനിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫംഗ്ഷൻ 1/1 ആണോ ചെക്ക് ചെയ്യാനും ഓൺ ടു ആണോ ചെക്ക് ചെയ്യാനും നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിക്കാം. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ ലൈൻ സൈൻ എക്സിൻ്റെ ഗ്രാഫിൽ ഒരുപാട് പോയിന്റ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒറ്റ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്താൽ ആ ഫംഗ്ഷൻ 1/1 ഫംഗ്ഷൻ ആണ്. ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ ഹൊറിസോണ്ടൽ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ 1/1 ഫംഗ്ഷൻ അല്ല. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻ ഈ പോയിന്റിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 2 പോയിന്റ്സ് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് പോയിന്റ്സിൽ, ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഈ പോയിന്റിൻ്റെ വൈ കോർഡിനേറ്റ് ഈ വൈ ആക്സിൽ വരുന്ന പോയിന്റ് ആണ്. ഈ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരുപാട് പ്രീ ഇമേജസ് നമുക്ക് കിട്ടും. ഇവിടെ വരുന്ന x1, ഇവിടെ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന x2, ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന x3. ഇപ്പോൾ ഇവിടെ ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു x4 കിട്ടും. അതായത് ഈ x1-നെ വൈയിലേക്ക് മാപ്പ് ചെയ്യും, x2-നെയും വൈയിലേക്ക് മാപ്പ് ചെയ്യും, x3-നെ വൈയിലേക്ക് മാപ്പ് ചെയ്യും, എക്സെട്ര. ഓക്കെ, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ് x1 x2, പക്ഷെ മാപ്പ് ചെയ്യുന്നത് സെയിം എലമെൻറ്റ് വൈയിലേക്കാണ്. സോ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് 1/1. ഇപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് 1/1. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതൊന്ന് ജസ്റ്റ് മൂവ് ചെയ്തിട്ട് താഴെ കൊണ്ടുവച്ചാൽ, -1-ന് താഴെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ ടച്ച് ചെയ്യുന്നേ ഇല്ല, ഗ്രാഫിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നേ ഇല്ല. അതായത് ഇവിടെ വരുന്ന ഈ വൈ വാല്യൂവിന് പ്രീ ഇമേജ് ഇല്ല. സൈൻ എക്സ് ഈ വൈ വാല്യൂവിലേക്ക് ഒരു എക്സിനെയും മാപ്പ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഈ വൈ വാല്യൂവിന് പ്രീ ഇമേജ് ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈനിനെ 1-നേക്കാളും മുകളിൽ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ, വൈയുടെ മാക്സിമം വാല്യൂ 1 ആണ്. 1-നേക്കാളും മുകളിൽ എവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാലും അവിടെ വരുന്ന ഈ വൈ വാല്യൂവിന് പ്രീ ഇമേജ് ഇല്ല. കാരണം ഈ ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിനെ ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടത്തേക്ക് ഒരു എക്സിനെയും സൈൻ എക്സ് മാപ്പ് ചെയ്യുന്നില്ല.
sin x is in between -1 and 1. Range of sin x is closed interval -1 1. -1ൻ്റെയും 1ൻ്റെയും എടുക്കാന്ന് ഗ്രാഫ് വരുന്നേ. അതായത് y വാല്യൂ -1 മുതൽ 1 വരെ മാത്രം. സെറ്റ് ഓഫ് ഓൾ y വാല്യൂ ആണ് റേഞ്ച്. സോ റേഞ്ച് ഓഫ് sin x is closed interval -1 1. പക്ഷേ നമ്മൾ ഈ റിയൽ ലൈനിലെ എല്ലാ പോയിൻറ്സും ഈ കേർവിലെ പോയിൻറ്സിൻ്റെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരും. നമ്മൾ ഈ വേർട്ടിക്കൽ ലൈൻ അതിനാണ് ഉപയോഗിക്കുന്നത്. വേർട്ടിക്കൽ ലൈൻ നമ്മൾ എങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാലും അത് ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ വാല്യൂസ് എല്ലാം, അതായത് ഈ ബ്ലൂ ലൈൻ എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എക്സ് വാല്യൂസ് എല്ലാം ഈ ഗ്രാഫിൻ്റെ എക്സ് വാല്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അതായത് സൈൻ എക്സിൻ്റെ ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ സൈൻ എക്സിനെ ആർ ടു ആർ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് 1 1 അല്ല, ഓൺ 2 അല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കോഡൊമെയിൻ ആറിന് പകരം ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 എടുത്തു കഴിഞ്ഞാൽ അതിനെ ഓൺ 2 ആക്കി മാറ്റാം. പിന്നെ ഇതിനെ 1 1 കൂടി ആക്കി മാറ്റണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഡൊമെയിൻ ആറിനെ മാറ്റിയിട്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 എടുക്കണം. അതായത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ ഇവിടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റൊരു പോയിന്റിൽ മാത്രമേ അത് ടച്ച് ചെയ്യുന്നുള്ളൂ. ഹൊറിസോണ്ടൽ ലൈൻ ഒറ്റൊരു പോയിന്റിലൂടെ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. സോ ദ ഫംഗ്ഷൻ ഇസ് 1 1. ഓക്കെ, അപ്പോൾ നമ്മൾ റേഞ്ച് കോഡൊമെയിനെ -1 1 ആയിട്ട് എടുക്കണം. ഡൊമെയിനിനെ ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 എടുക്കണം. ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 തന്നെ എടുക്കണം എന്നില്ല. ക്ലോസ്ഡ് ഇൻ്റർവൽ π/2 3π/2 എടുത്താലും ഫംഗ്ഷൻ 1 1 ആകും. അതുപോലെ ക്ലോസ്ഡ് ഇൻ്റർവൽ -3π/2 to -π/2 ഈ ഒരു ഇൻ്റർവൽ എടുത്തു കഴിഞ്ഞാലും സൈൻ എക്സ് 1 1 ആണ്. അതുപോലെ ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 എടുത്തു കഴിഞ്ഞാലും ഫംഗ്ഷൻ 1 1 ആണ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഇൻ്റർവെൽ നമുക്ക് എടുക്കാം, ഫംഗ്ഷനെ 1 1 ആക്കി മാറ്റാം. ഈ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ അംഗീകരിച്ച പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2. ഇനി നമ്മൾ കോസ് എക്സിൻ്റെ ഗ്രാഫിലേക്ക് പോകാം. കോസ് എക്സ്, ഇപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. Horizontal line passes through infinitely many points. So the function is not 1 1. Okay, when horizontal line is here at this point, this y value has no preimage. So the function is not on 2. Now vertical line, graph function ആണോ ചെക്ക് ചെയ്യാനോ നമുക്ക് vertical line ഉപയോഗിക്കാം. ഇവിടെ ഇരിക്കുന്നതെല്ലാം ഫങ്ഷൻസ് തന്നെയാണ്, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആണ്, 6 ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വേർട്ടിക്കൽ ലൈൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഡൊമെയിൻ കണ്ടുപിടിക്കാനാണ്. ഈ വാല്യൂസ് എല്ലാം റിയൽ നമ്പർ ലൈനിൽ വരുന്ന എല്ലാ വാല്യൂസും ഇതിൻ്റെ ഡൊമെയിനിൽ വരും. കോസ് എക്സ് ഫ്രം ആർ ടു ആർ ഇസ് നോട്ട് 1 1 നോട്ട് ഓൺ 2. ഇപ്പോൾ ഓൺ 2 ആക്കി മാറ്റാൻ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കോഡൊമെയിനെ ചെറുതാക്കി കൊണ്ടുവെക്കും. ഓക്കെ, കോഡൊമെയിനെ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 ആക്കിയിട്ട് വെക്കും. കാരണം ഈ ഗ്രാഫ്, ഓക്കെ, ഗ്രാഫ് ഈ -1ൻ്റെയും 1ൻ്റെ എടുക്കാന്ന് ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. സോ കോസ് എക്സ് ഫ്രം ആർ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 ഇസ് ഓൺ 2 ബട്ട് ഇറ്റ് ഇസ് നോട്ട് 1 1. അപ്പോൾ ഇതിനെ 1 1 കൂടി ആക്കി മാറ്റണം. അതിന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഇൻ്റർവൽ എടുക്കണം, 0 to π. ഓക്കെ, 0 to π. നമ്മൾ ഈ 0 to πക്ക് പകരം -π/2 to π/2 എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻ്റർവെല്ലാണ് എടുക്കുന്നതെങ്കിൽ സൈൻ എക്സിന് എടുത്ത പോലെ -π/2 π/2 എടുത്താൽ ഗ്രാഫ് ഇവിടുന്ന് ഇവിടത്തേക്കാണ് വരുന്നത്, -π/2 to π/2. അപ്പോൾ y വാല്യൂ വരുന്നത് 0 to 1 വരെ മാത്രം. ഈ -1 to 0 വരെയുള്ള വാല്യൂസിനൊന്നും പ്രീഇമേജ് ഉണ്ടാവില്ല.
ഓക്കെ, ഇത് റേഞ്ചിൽ ഇല്ല പാർട്ടാണ്. റേഞ്ച് നമ്മൾ -1 to 1 വരെ എടുത്തു. ഓക്കെ, അപ്പോൾ ഈ പാർട്ട് എടുത്താൽ ശരിയാവില്ല. അപ്പോൾ 1 1 ആക്കാൻ, അപ്പോൾ ഇവിടെ ഈ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ 1 1 അല്ല. ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ 2 പോയിന്റ്സിൽ കട്ട് ചെയ്യും. സോ വി ഹാവ് ടു ടേക്ക് 0 പൈ. ഓക്കെ, ടേക്ക് ഡൊമെയിൻ ആസ് 0 പൈ. ഇതാണ് കറക്റ്റ് പാർട്ട്, 0 to പൈ. So cos x from closed interval 0 pi to closed interval -1 1 is both 1 1 and onto. Okay, r to r is not 1 1, not onto. Then cos x from r to closed interval -1 1 is onto but not 1 1. Now consider cos x from closed interval 0 pi to closed interval -1 1. This is both 1 1 and onto. 1 1 and onto, so it is invertible and we denote its inverse by cos inverse of x. And cos inverse of x is a function from closed interval -1 1 to closed interval 0 pi. Okay, cos inverse of x is a function from closed interval -1 1 to closed interval 0 pi. ഇതൊക്കെ നോട്ട് ബുക്കിൽ എഴുതി വെച്ചേക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് tan x. We know that tan x equal to sin x divided by cos x. Domain is defined as set of our x values where the function is defined. Here in denominator we have the function cos x, and when denominator is equal to 0, tan x is not defined. That is, when cos x is 0, tan x is not defined. Now to find those values, use this plus 0 0 1 minus 1. ഈ വാല്യൂസ് എല്ലാം ട്രിഗ്നോമെട്രിക് വാല്യൂസ് എല്ലാം ബൈ ഹാർട്ട് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രിഗ്നോമെട്രി ബുദ്ധിമുട്ട് തോന്നും. വാല്യൂസ് എല്ലാം നമ്മൾ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലസ് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. വാല്യൂസ്, ഒരുപാട് വാല്യൂസ് നമുക്കിതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സൈനിൻ്റെ കോസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. സൈനും കോസും അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന 4 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും വാല്യൂസ് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. 0 0 പ്ലസ് വരയ്ക്കുക, 0 0 1 മൈനസ് 1. കോസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, 1 എന്ന്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ആംഗിൾ 0, കോസ് 0 1. ഈ 1 എന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ π/2, ആംഗിൾ π/2. ഈ ആംഗിൾ π/2 ആണ്. കോസ് π/2 0. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആംഗിൾ π. കോസ് π -1, കോസ് 3π/2 0, കോസ് 2π 1. ഇതുപോലെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കോസ് 0 1 സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് കോസ് 0, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് അവിടെ കോസ് 0, കോസ് 0 1, കോസ് π/2 0, കോസ് π -1, കോസ് 3π/2 0, കോസ് 2π 1. ഓക്കെ, കോസിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ്. സൈൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സൈൻ 0 0, സൈൻ π/2 1, സൈൻ π 0, സൈൻ 3π/2 -1, സൈൻ 2π 0. അപ്പോൾ ഈ ഒരു പ്ലസ് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വാല്യൂസും 0 90 180 270 360 എക്സെട്ര ആ വാല്യൂസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കോസ് എക്സ് 0 വരുന്നത് ഏതൊക്കെ ആംഗിളിലാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകേണ്ടത്. കോസ് π/2 0, ഓക്കെ, കോസ് 0 1, കോസ് π/2 0, കോസ് π -1, കോസ് 3π/2 0. So we know that cos π/2, cos π/2 0, cos 3π/2 0. ഇനി ഈ 0 ഒന്നും കൂടി വന്നു കഴിഞ്ഞാൽ, അതായത് കോസ് 5π/2 ഈക്വൽ ടു 0, കോസ് 7π/2, 7π/2 ഈക്വൽ ടു 0. That is cos x equal to 0 when x equal to 2n plus 1 π/2. Okay, odd numbers ആണ് വരുന്നത്, 1 3 5 7. So 2n plus 1, 2n plus 1 π/2 where n belongs to z. Okay, cos x equal to 0, denominator is 0 when x equal to 2n plus 1 π/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടാൻ എക്സിൻ്റെ ഡൊമെയിൻ എന്ന് ഈ പോയിൻറ്റ്സിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. അതായത് ടാൻ എക്സിൻ്റെ ഡൊമെയിൻ വരുന്നത്
tan x maps from R to set of all real numbers എന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട x equal to 2n plus 1 pi by 2. n belongs to set. ഇനി tan xന്റെ റേഞ്ച് എന്താണെന്ന് നമ്മൾ നോക്കാം. ഓക്കെ, നമുക്കത് ജിയോജിബ്ര ഉപയോഗിച്ചുകൊണ്ട് നോക്കാം. അല്ലാതെ നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, tan xന്റെ ഗ്രാഫൊക്കെ പഠിച്ചിട്ടുണ്ട്. tan xന്റെ റേഞ്ച് വരുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഇതാണ് tan xന്റെ ഗ്രാഫ്. അപ്പോൾ ഇവിടെ ഒരുപാട് പീസുകളായിട്ടാണ് വരുന്നത്, പീസ് വൈസ് ആയിട്ടാണ് ഗ്രാഫ് വരുന്നത്. ഓക്കെ, ഇത് ഇവിടെ ഒരു പീസ് ഉണ്ട്, ഇവിടെയും വേറൊരു പീസ് കാണാം. ഓക്കെ, ഡിഫറെൻറ്റ് പീസസ് ആയിട്ട് വളരെ ഭംഗിയായ ഒരു ഗ്രാഫാണ് tan xന്റെ ഗ്രാഫ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ മൂവ് ചെയ്യാന്ന്, സ്ലൈഡർ ഉപയോഗിച്ചുകൊണ്ട് ഹൊറിസോണ്ടൽ ലൈൻ മൂവ് ചെയ്തു. ഈ ഹൊറിസോണ്ടൽ ലൈൻ ഒരുപാട് പോയിന്റ്സിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഫംഗ്ഷൻ 1 അല്ല, ഫംഗ്ഷൻ 1 അല്ല. അതേപോലെ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച്, അതായത് y വാല്യൂസ് വരുന്നത്, y വാല്യൂ നോക്കിയാൽ ഇവിടെ ഇതാണ് y ആക്സിസ്, y വാല്യൂ 0 to ഇൻഫിനിറ്റി അങ്ങോട്ട് പോകുന്നുണ്ട്, അതുപോലെ 0 to -ഇൻഫിനിറ്റി, അതായത് -ഇൻഫിനിറ്റി മുതൽ 0 to ഇൻഫിനിറ്റി. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് -ഇൻഫിനിറ്റി to ഇൻഫിനിറ്റി ഓർ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ tan xന്റെ റേഞ്ച് എന്താണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഇനി നമ്മളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാം, ഈ വേർട്ടിക്കൽ ലൈൻ ഞാൻ ഇവിടെ മൂവ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വെക്കാം. ഈ പോയിന്റിൽ ഈക്വൽ ടു 3 pi by 2 vertical line does not touches the graph. So 3 pi by 2, pi by 2, minus pi by 2, minus 3 pi by 2 are not in the domain of tan x. So domain of tan x is set of all real numbers minus set of all x such that x equal to 2n plus 1 pi by 2, n belongs to set. അപ്പോൾ നമ്മൾ ഈ tan xനെ 1 on 2 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗ്രാഫാണ് എടുക്കുന്നത്. ഓക്കെ, റേഞ്ചിലെ എല്ലാ എലമെൻസും ഇവിടെ വരും. ഈ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ -ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് y വാല്യൂ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഫംഗ്ഷൻ ഗ്രാഫിനെ 1 on 2 ആക്കി മാറ്റി, ഹൊറിസോണ്ടൽ ലൈൻ ഒറ്റൊരു പോയിന്റിലൂടെ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ tan x ഫ്രം -pi by 2 to pi by 2. Okay, tan x from open interval -pi by 2 pi by 2. കാരണം tan x -pi by 2 pi by 2 ഈ രണ്ട് പോയിന്റ്സിൽ ഡിഫൈൻ ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട ഡൊമൈൻ ഓപ്പൺ ഇന്റർവൽ -pi by 2 pi by 2. ഇനി അതിൻ്റെ റേഞ്ച് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് തന്നെയാണ്. സോ tan x ഫ്രം ഓപ്പൺ ഇന്റർവൽ -pi by 2 pi by 2 to set of all real numbers is both 1 and on 2, so it is invertible. Tan x from open interval -pi by 2 pi by 2 to R is both 1 and on 2. Both 1 and on 2. So we can find inverse of tan x. Its inverse is denoted by tan inverse x and it is a function from R to open interval -pi by 2 pi by 2, and this is the principal value branch. Principal value branch of tan inverse x. Principal value branch of tan inverse x. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് cosec x. We know that cosec x equal to 1 by sin x. Cosec x equal to 1 by sin x. Sin x equal to 0 implies x equal to എന്താ എക്സിൻ്റെ വാല്യൂസ് വരുന്നത്? എക്സ് ഏതൊക്കെ വാല്യൂ എടുക്കുമ്പോഴാണ് സൈൻ എക്സ് 0 വരുന്നത്? സൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സൈൻ 0 0 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആംഗിൾ പൈ, സൈൻ പൈ 0, സൈൻ 2 പൈ 0, സൈൻ 0 0, സൈൻ പൈ 0, sin 2 pi 0, sin 3 pi 0, etc. Sin x equal to 0 implies x equal to n pi, n belongs to z. So cosec x, domain of cosec x is R minus set of all x such that x equal to n pi, x equal to n pi, n belongs to z. Okay, ഇതാണ് cosec xന്റെ ഡൊമൈൻ. ഇനി നമ്മൾ അതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാം. ഇതാണ് cosec xന്റെ ഗ്രാഫ്. ഹൊറിസോണ്ടൽ ലൈൻ
ഒരുപാട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. സോ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് 1 1. ഓക്കെ, ഫംഗ്ഷൻ ഇസ് നോട്ട് 1 1. ഇനി നമുക്ക് ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാം. ഇപ്പോൾ y വാല്യൂ ഇവിടെ 1 ഉണ്ട്. 1നെക്കാളും മുകളിലോട്ടാണ് ഗ്രാഫ് പോകുന്നത്. ഓക്കെ, ഈ പാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മിനിമം y വാല്യൂ 1, ഇതിനൊക്കെ y വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ട് ഇൻഫിനിറ്റിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ ഇനി ഇവിടെ ഇരിക്കുന്ന പാർട്ട് എക്സ് ആക്സിന് താഴെ വരുന്ന പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മാക്സിമം y വാല്യൂ -1 ആണ്. പിന്നെ ഗ്രാഫ് ഇങ്ങനെ താഴോട്ടാണ് പോകുന്നത്, അതായത് മൈനസ് ഇൻഫിനിറ്റിലോട്ട്, അതായത് -∞ ടു -1 y വാല്യൂ വരുന്നത് -∞ ടു -1, ദെൻ 1 ടു ഇൻഫിനിറ്റി, അതായത് -∞ -1 യൂണിയൻ 1 ഇൻഫിനിറ്റി അങ്ങനെയും പറയാം. അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ ലൈനിനെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ y വാല്യൂവിനൊന്നും പ്രീ ഇമേജ് ഇല്ല, അതായത് ഈ വാല്യൂസ് ഒന്നും റേഞ്ചിൽ വരുന്നില്ല. അപ്പോൾ റേഞ്ചിൽ വരാത്ത വാല്യൂസ് ഏതൊക്കെയാ? -1 മുതൽ 1 വരെയില്ല ഈ y വാല്യൂസ് ഒന്നും റേഞ്ചിൽ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ റേഞ്ച് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് മൈനസ് ഓപ്പൺ ഇൻറ്റർവൽ -1 1. Okay, so range of cosec x is set of all real numbers minus open interval -1 1. Okay, range of cosec x is set of all real numbers minus open interval -1 1. ഇനി നമ്മൾ ഫംഗ്ഷൻ 1 1 എല്ലാം നോക്കിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് 1 1 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു പാർട്ടാണ്. ഓക്കെ, ഇവിടെ ഫംഗ്ഷൻ 1 1 ആണ്. ഹൊറിസോണ്ടൽ ലൈൻ ഒറ്റൊരു പോയിന്റിലൂടെ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു പാർട്ട് എടുത്തു കഴിഞ്ഞാൽ കൊസീക് എക്സ് 1 1 ഓൺ 2 ആയി മാറും. അതായത് നമ്മൾ എടുക്കേണ്ട ഡൊമൈൻ ക്ലോസ്ഡ് ഇൻറ്റർവൽ -π/2 π/2. പക്ഷേ കൊസീക് എക്സ് 0 എന്ന് പറഞ്ഞ പോയിന്റിൽ ഡിഫൈൻ ചെയ്യപ്പെടുന്നില്ല. ഈ പോയിന്റിൽ നമ്മൾ ഈ വേർട്ടിക്കൽ ലൈൻ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വേർട്ടിക്കൽ ലൈൻ ഗ്രാഫിനെ ടച്ച് ചെയ്യുന്നില്ല, ഈ പോയിന്റ് ഡൊമൈനിൽ ഇല്ല. So domain equal to closed interval -π/2 π/2 minus set 0. Okay, range is r minus open interval -1 1. Range is r minus open interval -1 1. അപ്പോൾ നമ്മൾ ഇതിനെ 1 1 on 2 ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കൊസീക് എക്സ്. ഈ ഫംഗ്ഷൻ ഇപ്പോൾ ഓൺ 2 ആണ്, പക്ഷേ അത് 1 1 അല്ല, നോട്ട് 1 1. കാരണം നമ്മൾ റേഞ്ചിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റേഞ്ചിലേക്കാണ്. കൊസീക് എക്സ് ഫ്രം ആർ ടു ആർ, കൊസീക് എക്സ് ഫ്രം ആർ ടു ആർ ഇസ് നോട്ട് 1 1, നോട്ട് ഓൺ 2. Cosec x from r minus set of all x such that x equal to n pi n belongs to set 2 r minus open interval -1 1 is on 2 but not 1 1. അപ്പോൾ നമ്മൾ ഇനി 1 1 ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഡൊമൈനിനെ ക്ലോസ്ഡ് ഇൻറ്റർവൽ -π/2 π/2, പക്ഷേ ഇവിടെ ഒരു എലമെൻറ്റ് 0 എന്ന് പറഞ്ഞ എലമെൻറ്റ് അവിടെ ഇല്ല. കാരണം കൊസീക് എക്സ് സൈൻ 0 വരുന്ന സ്ഥലത്തൊന്നും കൊസീക്ക് ഡിഫൈൻ അല്ല, സൈൻ 0 0 ആണ്. അപ്പോൾ നമ്മൾ ഈ ഡൊമൈനിൽ നിന്ന് 0 ഡിലീറ്റ് ചെയ്യണം. ആൻഡ് റേഞ്ച് ഇസ് r minus open interval -1 1. This is both 1 1 and on 2. So it is invertible and its inverse is denoted by cosec inverse x, and cosec inverse x is a function from r minus open interval -1 1 to closed interval -π/2 π/2 minus set 0. Okay, this branch is known as principal value branch of cosec inverse x. Okay, so what is principal value branch of cosec inverse x? Principal value branch of cosec inverse x is closed interval -π/2 π/2 minus set 0. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് sec x. Sec x equal to 1 by cos x. So the function is not defined when cos x is equal to 0, and we know that cos x equal to 0 when x equal to 2n plus 1 π/2, n belongs to set. So sec x is a function from r minus set of all x such that x equal to 2n plus 1 π/2. ആറിൽ നിന്നും ഈ വാല്യൂസിനൊക്കെ നമ്മൾ അങ്ങ് ഡിലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഫംഗ്ഷൻ ഡിഫൈൻ ആകത്തുള്ളൂ. ഈ പോയിന്റ്സിൽ മാത്രമേ sec x ഡിഫൈൻ ചെയ്യപ്പെടുന്നുള്ളൂ. ഇനി ഇതിൻ്റെ റേഞ്ച് നമ്മൾ ഗ്രാഫ് വെച്ചിട്ട് കണ്ടുപിടിക്കാം.
സീക്ക് എക്സിൻ്റെ റേഞ്ച് കണ്ടുപിടിച്ചേ. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ, അതായത് -1 1ൻ്റെ അടുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ വാല്യൂസിനൊന്നും പ്രീ ഇമേജ് ഇല്ല. ഈ പോയിന്റ്സ് ഒന്നും -1 1 വരെ ഇല്ല. y വാല്യൂസ് ഒന്നും ഗ്രാഫിൽ വരുന്നില്ല. പക്ഷേ 1 to ഇൻഫിനിറ്റി ഉണ്ട്, -∞ to -1 വരെയുണ്ട്. സോ റേഞ്ച് ഇസ് r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1. ഓക്കെ, റേഞ്ച് ഇസ് r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1. So range of cosec x is r minus open interval -1 1. റേഞ്ചിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ദ ഫംഗ്ഷൻ ഇസ് ഓൺ ടു sec x from r minus set of all x such that x equal to 2n plus 1 pi by 2, n belongs to set 2, r minus open interval -1 1 is on 2 but it is not 1 1, not 1 1. ഇപ്പോൾ നമ്മളിതിനെ 1 1 ആക്കി മാറ്റണം. ഇപ്പോൾ 1 1 ആക്കി മാറ്റാൻ നമ്മൾ എടുക്കേണ്ട സെറ്റ് ഏതാണെന്ന് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം. ഓക്കെ, ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു. ഇപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ഒറ്റൊരു പോയിന്റിലൂടെ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഫംഗ്ഷൻ ബോത്ത് 1 1 ഓൺ ടു. sec x maps from open interval 0 pi minus pi by 2. ഓക്കെ, pi by 2 എന്ന് പറഞ്ഞ പോയിന്റിൽ sec x ഡിഫൈൻ ആവുന്നില്ല, കാരണം cos pi by 2 0. ഓക്കെ, 1 by 0 is not defined. To r minus open interval -1 1 is both 1 1 and on 2. 1 1 and on 2. So the function is invertible and its inverse is denoted by sec inverse x, and it is function from r minus open interval -1 1 to open interval 0 pi minus pi by 2. Okay, so this is the principal value branch of sec inverse x. That is principal value branch of sec inverse x, open interval 0 pi minus pi by 2. Okay, ഇനിയിപ്പോൾ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും കൂടി ബാക്കിയുണ്ട്. cot x. cot x equal to cos x divided by sin x, and we know that sin x equal to 0 when x equal to n pi. n belongs to set. So domain of cot x is r minus set of all x such that x equal to n pi, n belongs to set. Okay, and the range is r. Set of all real numbers r. cot x ന്റെ ഗ്രാഫാണിത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഹൊറിസോണ്ടൽ ലൈൻ ഒരുപാട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. സോ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് 1 1. ഇതിൻ്റെ റേഞ്ച് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇതിനെ 1 1 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു പാർട്ടാണ്, അതായത് 0 പൈ, ഈ ഇതിൻ്റെ അടുക്ക് വരുന്ന ഈ ഭാഗമാണ്, ഈ പീസാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് 0 പൈ. ഓക്കെ, ഓപ്പൺ ഇൻ്റർവൽ 0 പൈ. cot x is not defined at x equal to 0 and at x equal to pi. So domain is open interval 0 pi and range is r. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ 1 1 on 2 ആണ്. നമുക്കതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. So cot x from open interval 0 pi to r is both 1 1 and on 2. Both 1 1 and on 2. So it is invertible, and cot inverse x is a function from r to open interval 0 pi. So this is the principal value branch of cot inverse x. Okay, principal value branch of cot inverse x is open interval 0 pi. ഇപ്പോൾ നമ്മൾ എല്ലാ ഫംഗ്ഷൻസിനെയും നമ്മളിപ്പോൾ 1 1 on 2 ആക്കി മാറ്റിയിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ് ഒക്കെ ഡിഫൈൻ ചെയ്തു. Okay, sin inverse x is a function from closed interval -1 1 to closed interval minus pi by 2 pi by 2. So range of sin inverse x is closed interval minus pi by 2 pi by 2. Okay, so principal value branch of sin inverse x is closed interval minus pi by 2 pi by 2. അപ്പോൾ ഈ ടേബിൾ നന്നായിട്ട് നോട്ട് ബുക്കിൽ എഴുതിയിട്ട് വെക്കുക, അതിനെ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1 by 2, സൈൻ ഇൻവേഴ്സ് √3 by 2 എക്സെട്ര. ആ പോലെ ഇരിക്കുന്ന ചോദ്യങ്ങൾ എക്സാമിന് വരും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് വരണം. ഓക്കെ, ക്ലോസ്ഡ് ഇൻറ്റർവൽ മൈനസ് pi by 2 pi by 2 ഇതിൻ്റെ അകത്ത് വരുന്ന വാല്യൂ തന്നെ ആയിരിക്കണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, domain of cos inverse x is closed interval -1 1
and range is closed interval 0 pi. Domain of tan inverse x is R, range is open interval minus pi by 2 pi by 2. Cosec inverse x maps from R minus open interval minus 1 1 to closed interval minus pi by 2 pi by 2 minus at 0. Domain of sec inverse x is R minus open interval minus 1 1 and its range is closed interval 0 pi minus pi by 2. Cot inverse x is from R to open interval 0 pi. ഇതൊക്കെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസ് ആണ്. അതായത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസ് ആണ്. ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, നമുക്കിത് ഈസിയാണ്, പഠിക്കാൻ വളരെ ഈസിയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ഇപ്പോൾ ഇവിടെ ഗ്രീനിൽ 3 എണ്ണം ഉണ്ട്. ഓക്കെ, ഗ്രീൻ കളറിൽ 3 എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. ഡാർക്ക് ബ്ലൂ കളറിൽ 3 എണ്ണം വെച്ചിട്ടുണ്ട്. അതായത് സൈൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, അതുപോലെ കൊസീക് ഇൻവേഴ്സ് എക്സ്. ഈ 3 എണ്ണത്തിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തത് ക്ലോസ്ഡ് ഇൻറ്റർവൽ മൈനസ് പൈ ബൈ 2 പൈ ബൈ 2. ടാൻ ഇൻവേഴ്സ് എക്സ് വരുമ്പോൾ ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. ഓപ്പൺ ഇൻറ്റർവൽ മൈനസ് പൈ ബൈ 2 പൈ ബൈ 2. കൊസീക് ഇൻവേഴ്സ് എക്സ് ആകുമ്പോൾ ക്ലോസ്ഡ് ഇൻറ്റർവൽ മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 മൈനസ് സെറ്റ് 0. ഇത് മൂന്നും നമ്മൾ ഒന്നിച്ച് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാം. ഓക്കെ, ഈ 3 എണ്ണം നമ്മൾ ഒന്നിച്ച് പഠിക്കണം. അതുപോലെ ബാക്കി 3 എണ്ണം നോക്കി. കോസ് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ്. ഈ 3 എണ്ണത്തിൻ്റെതും ഒരുപോലെയാണ് ഇരിക്കുന്നത്. ക്ലോസ്ഡ് ഇൻറ്റർവൽ 0 പൈ സീക്ക് ഇൻവേഴ്സ് എക്സ്, ക്ലോസ്ഡ് ഇൻറ്റർവൽ 0 പൈ മൈനസ് സെറ്റ് പൈ ബൈ 2. കോട്ട് ഇൻവേഴ്സ് എക്സ് ഓപ്പൺ ഇൻറ്റർവൽ 0 പൈ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വാല്യൂ, നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു വഴിയും കൂടിയുണ്ട്. ഈ ഒരു ഗ്രാഫും കൂടി, ഇതൊരു ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ ഉള്ള ഒരു ട്രിക്കാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ പ്ലസ് വരച്ചിട്ടുണ്ട്. ആദ്യം ഒരു പ്ലസ് വരക്കണം. 0 പൈ, ഇവിടെ ഈ 0, ഇവിടെ പൈ എടുത്തിട്ടുണ്ട്. 0 പൈ, അതുപോലെ ഇവിടെ പൈ ബൈ 2, ഈ ആംഗിളിന് മൈനസ് പൈ ബൈ 2 എടുക്കണം. ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് നമ്മൾ തൊട്ട് മുന്നേ ടേബിളിൽ നോക്കിക്കഴിഞ്ഞു. ഓക്കെ, സൈൻ ഇൻവേഴ്സ് എക്സ് ക്ലോസ്ഡ് ഇൻറ്റർവൽ മൈനസ് പൈ ബൈ 2 പൈ ബൈ 2. കൊസീക് ഇൻവേഴ്സ് എക്സ് ക്ലോസ്ഡ് ഇൻറ്റർവൽ മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 മൈനസ് സെറ്റ് 0. ഓക്കെ, ഈ രണ്ടിൻ്റെ നടുക്ക് വരുന്ന വാല്യൂ സെറ്റ് 0. ഓക്കെ, 0 വരും. ഓക്കെ, സെറ്റ് 0. ടാൻ ഇൻവേഴ്സ് എക്സ് ഓപ്പൺ ഇൻറ്റർവൽ മൈനസ് പൈ ബൈ 2 പൈ ബൈ 2. അപ്പോൾ ഇത് 3 നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. പ്ലസ് ഇടുക, മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 എഴുതുക. ഈ 3 എണ്ണം ഇവിടെ ഒന്നിച്ച് വരും. സൈൻ ഇൻവേഴ്സ് എക്സ്, കൊസീക് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്. അതുപോലെ ബാക്കി 3 എണ്ണം ഓർത്ത് വെക്കാൻ 0 പൈ, ഇവിടെ 0, ഇവിടെ പൈ എടുക്കുക. 0 പൈ എന്ന് ഓർത്താൽ മതി. കോസ് ഇൻവേഴ്സ് എക്സ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസ് ക്ലോസ്ഡ് ഇൻറ്റർവൽ 0 പൈ. സീക്ക് ഇൻവേഴ്സ് എക്സ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസ് ക്ലോസ്ഡ് ഇൻറ്റർവൽ 0 പൈ മൈനസ് ഈ രണ്ടിൻ്റെ മിഡിലിൽ വരുന്ന വാല്യൂ 0 പൈയുടെ മിഡിലിൽ വരുന്നത് പൈ ബൈ 2. സോ ക്ലോസ്ഡ് ഇൻറ്റർവൽ 0 പൈ മൈനസ് സെറ്റ് പൈ ബൈ 2. അങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടത്. ഇനി കോട്ട് ഇൻവേഴ്സ് എക്സ് വരുമ്പോഴോ ഓപ്പൺ ഇൻറ്റർവൽ 0 പൈ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എല്ലാം ചടപടാന്ന് കിട്ടും. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങളും കൂടി പറയാം. പ്രിൻസിപ്പൽ വാല്യൂസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്, കൊസീക് ഇൻവേഴ്സ് എക്സ് ആൻഡ് ടാൻ ഇൻവേഴ്സ് എക്സ് ലൈസ് ഇൻ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. പ്രിൻസിപ്പൽ വാല്യൂസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ് ലൈസ് ഇൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ്. തൊട്ട് മുന്നേ നമ്മൾ അതിൻ്റെ ഫിഗറൊക്കെ നോക്കി, അതിൽ നിന്ന് നമുക്കിത് മനസ്സിലാകും. ഇനി ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു സൈൻ എക്സ് റൈസ് ടു -1. ഇത് രണ്ടും വേറെ വേറെയാണ്. സൈൻ എക്സ് റൈസ് ടു -1 ഇസ് 1 ബൈ സൈൻ എക്സ്. ഓക്കെ, പക്ഷെ ഇതെന്താണ്? ഇത് ഇൻവേഴ്സ് ആണ്. സൈൻ എക്സിൻ്റെ ഇൻവേഴ്സിൻ്റെ നൊട്ടേഷനാണ് ഇത്. ഓക്കെ, സോ സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു സൈൻ എക്സ് റൈസ് ടു -1. സൈൻ എക്സ് ഇസ് എ റിയൽ നമ്പർ ഇൻ ക്ലോസ്ഡ് ഇൻറ്റർവൽ -1 1. Sin inverse is a angle in closed interval minus pi by 2 pi by 2. Another notation for inverse trigonometric function is arc sin x. Okay, sin inverse x ne nammal arc sin x ennu parayum. Cos inverse x is arc cos x. Tan inverse x is arc tan x, etc.
ഓക്കെ, അപ്പോൾ നമ്മൾ ജിയോജിബ്രയിൽ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് വരക്കണമെങ്കിൽ നമ്മൾ ഇൻപുട്ട് ബാറിൽ കൊടുക്കേണ്ടത് എ സൈൻ എക്സ് എന്നാണ്. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും അങ്ങനെ വന്നിരിക്കുന്നത്, എ സൈൻ എക്സ്. അതുപോലെ കൊസീക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് വരക്കാൻ നമ്മൾ അവിടെ ഇൻപുട്ട് ബാറിൽ എൻ്റർ ചെയ്യേണ്ടത് എ സൈൻ 1/x. എന്തുകൊണ്ടാണ് 1/x എന്ന് നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ തൽക്കാലം ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. ജിയോജിബ്രയിൽ കൊസീക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് വരക്കാൻ നമ്മൾ കൊടുക്കേണ്ടത് എ സൈൻ 1/x. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ നൊട്ടേഷൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോൺ ഹേർഷൽ, ഓക്കെ, ഇൻ 1813. മാത്തമാറ്റീഷ്യൻ്റെ ഫോട്ടോ ആണ് ഇത്. ഓക്കെ, ഈ നൊട്ടേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹമാണ്. ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഈ -π/2 π/2ന് പകരം പൈ ഈക്വൽ ടു അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് പൈ ഇസ് 3.14. So -3.14/2, that is approximately equal to -1.57, and π/2 is approximately equal to 1.57. ഈ വാല്യൂ കൂടി നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്യാം. പാർട്ട് 2 ആണ്. സൈൻ എക്സിൻ്റെ ഡൊമൈനും റേഞ്ചൊക്കെ ചെറുതാക്കിയിട്ട് 1, 1, 2 ആക്കി മാറ്റി സൈൻ ഇൻവേഴ്സ് എക്സ് ഡിഫൈൻ ചെയ്തു. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. കോസ് എക്സിൻ്റെ റേഞ്ചും ഡൊമൈനും ഒക്കെ ചെറുതാക്കിയിട്ട് ക്ലോസ്ഡ് ഇൻറ്റർവൽ -1, 0, πയിലേക്ക് ഡിഫൈൻ ചെയ്തു. കോസ് ഇൻവേഴ്സ് എക്സിനെ ക്ലോസ്ഡ് ഇൻറ്റർവൽ -1, 1 to ക്ലോസ്ഡ് ഇൻറ്റർവൽ 0, πയിലേക്ക് ഡിഫൈൻ ചെയ്തു. ഓക്കെ, principal value branch of tan inverse x is open interval -π/2 π/2. Principal value branch of cosec inverse x is closed interval -π/2 π/2 minus set 0. Principal value branch of sec inverse x is open interval 0 π minus set π/2. അതിനെ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ നമ്മൾ ഈ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. ഓക്കെ, താങ്ക് യു.